ഞാൻ ഇടുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ഈ ചാനലിലത്തെ. ഇന്ന് ഇത് എപ്പിസോഡ് 1 ഓഫ് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ. ഞാൻ ഈ വേൾഡ് തൊട്ടിട്ടില്ല, അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ ഇത് പുതിയൊരു വേൾഡാണെന്ന്. അപ്പോൾ നമുക്ക് ഈ വേൾഡ് തുടങ്ങാം. പേരേറ്റത് അടിച്ചിട്ടേക്കട്ടെ. ക്രിയേറ്റ് സോ വെൽ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. കുറേ നേരം എടുക്കുന്നുണ്ട്. മൈൻക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇത്, ഈ ചാനലിലെ സെക്കൻഡ് വീഡിയോ. യെസ്, നല്ലൊരു ഐലൻഡ്. നിങ്ങൾ കണ്ടതുപോലെ ഞാൻ ഈ ഐലൻഡ് തൊട്ടിട്ട് പോലുമില്ല. ഇപ്പോഴാണ് അടുത്തത് ഐലൻഡാണെന്ന് തോന്നുന്നു ഗൈസ്. എന്ത് ചെറിയ ബ്ലോസം ഐലൻഡാണെന്ന് തോന്നുന്നത്. വിത്ത് വില്ലേജോട് കൂടി. ഞാൻ തൊട്ടിട്ട് പോലുമില്ല ഈ വേൾഡ്. ഇപ്പോഴാണ് അടുത്തത്. നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പോയിട്ട് മരം വെട്ടാം. കാണിക്കാനാണത്. ആ കാണുന്ന ഐലൻഡാണ് നമ്മുടെ ബേസ് പണി ചെയ്യണം. ഇപ്പോഴെൻ്റെ തലയിൽ കുറേ ഐഡിയകൾ വന്നിട്ടുണ്ട്. ഈ സീരീസ് ഞാൻ പതിയെ കൊണ്ടുപോകുള്ളൂ. ഹൈ ഗ്രൗണ്ട് വേണം ഗൈസ്. ഭാഗ്യം കൊണ്ട് അങ്ങോട്ട് വീണില്ല. ബ്ലാക്ക് ഷീപ്പ്. ഫ്രീ ഫയർ കളിച്ചിപ്പോൾ ഫ്രീ ഫയറിൻ്റെ റണ്ണിങ് കൺട്രോളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇതിൽ പതിയെ വന്നതായിരിക്കും. ഇത്ര നാളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആകട്ടെ, എന്തെങ്കിലും ഇതിൽ റയറായിട്ട് കാണാനാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്. എന്താണത്? പെട്ടെന്ന് വീണപ്പോൾ പേടിച്ചു. ഇതിലൊന്നും ഉണ്ടാവില്ല. ലെതർ ആർമർ ഫുൾ സെറ്റാണ് കേട്ടോ. ഓ മൈ ഗാഡ്. നോക്കട്ടെ, പൊക്കത്ത് നിങ്ങളുണ്ടാകും. നോക്കട്ടെ, ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒന്നുമില്ല, അങ്ങനെ ഞാൻ എല്ലാ സമയത്തും കാണാറില്ല ഈ വീഡിയോ. ഗെയിമിനൊന്നും അറിയാൻ പാടില്ല. ഈ ഗെയിം മൈൻക്രാഫ്റ്റ് ഞാൻ 4 വർഷമായിട്ട് കളിക്കണമെന്ന്. എന്നെ സഹായിക്കാൻ വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്താണ് അവർ ഉദ്ദേശിച്ചത്? അതെന്താണ് ഉദ്ദേശിച്ചത്? ഹാർഡ് കറാണെന്ന് മറന്നാണ് ഗൈസ്. ഞാൻ എന്താണ് ഡേഞ്ചറസ് ആയിട്ട് കളിക്കണ?
ഏറ്റവും തന്നെ വുഡൻ ടൂൾസ് ഉണ്ടാക്കാം ഗൈസ്. ഇപ്പോഴേ പറഞ്ഞതൊക്കെ എൻ്റെ ബേസ് ഏകദേശം 2 ഐലൻഡ്, ആ വലിയ ഐലൻഡ് ഇതായിട്ട് കണക്ട് ചെയ്യും, പാലം വെച്ച് ഇവിടെ നിങ്ങനെ പൊളിച്ചളയും. അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. ഇത് ആ ഐലൻഡിലിട്ടൊന്ന് പോട്ടെ, കുറച്ച് ഫുഡ് അങ്ങനെ ഏറ്റെടുത്തെടുക്കാം. ഭാഗ്യം കൊണ്ടൊന്നും പറ്റില്ല ഗൈസ്. കയറി വീട്ടിലോട്ടൊന്ന് കയറി. ഞാൻ എന്താ ജയിച്ചേ? ഓ, നല്ലൊരു കേവ്. റൂട്ടെടുത്തിട്ട് അങ്ങോട്ട് പോവാം. കോബൽ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് അപ്പം തന്നെ പോവാം. നിങ്ങൾക്ക് ഇതിൽ വല്ല ഐഡിയകളുണ്ടെങ്കിൽ പറയാം. ചിലപ്പോൾ ഞാൻ നിങ്ങൾ പറയേണ്ട ഐഡിയ ചെയ്യണതിന് മുമ്പേ ചാകാൻ ചാൻസ് ഉണ്ട്. സ്വയം വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയുക, ഞാനത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പോക്കറ്റ് എഡീഷൻ ആയതുകൊണ്ട് നല്ല പാടാണിത് കളിക്കാൻ. ഐലൻഡിൽ പോകുമ്പോഴേക്ക് എന്തായാലും എനിക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ആവശ്യം മതി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. ഓഫ്, സോഡ്, ആക്സ്, പിന്നെ വീണ്ടും ഒരു ശബലം വേണം, ഫർണൽ, പിന്നെ ഇത്രയും മതി. പോവാം. മറ്റേ ഐലൻഡിൽ പോയിട്ട് ഞങ്ങൾ ചകലേ 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 ചത്തില്ല. ഹേബിലെടുക്കാൻ പറഞ്ഞു ഗൈസ്. ഇത്രയും ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന പോലെ ചെയ്യുമെന്ന്. ഞാൻ ചെയ്ത് കാണിച്ചാൽ ഞാൻ എന്താ ചെയ്യണം, മാർക്ക് ചെയ്ത് തരാം. എന്തൊക്കെയാണ് ഞാൻ ആദ്യം മുറിച്ചളയുന്നത്. മാക്സിമം നാച്ചുറലായിട്ട് ചെയ്യാൻ നോക്കും ഞാനിത്. പറ്റാത്ത പോലെ തോന്നിപ്പിക്കും ഞാൻ ഇതിനെ. ഇവിടെ അങ്ങോട്ട് വന്ന് കണക്ട് ചെയ്യിപ്പിക്കും ഞാനിത്. ഇത്രയും പാട് അടിവരെ അങ്ങോട്ട് പൊളിച്ചെടുക്കും. നാച്ചുറലാക്കി എടുക്കാൻ നോക്കി ഇത്രയും ഭാഗത്തിന്. ഞാൻ മാർക്ക് ചെയ്തെന്നുള്ളൂ. എന്താണിത്? വെള്ളം വന്നപ്പോൾ പെട്ടെന്ന് എന്താണ് കണ്ടല്ലോ. ഇവിടെയും അതുപോലെ ചെയ്യും ഞാൻ. എന്നിട്ടൊരു പാലം അങ്ങോട്ട് പണി ചെയ്തിട്ട് പറയുന്ന ടൈമിൽ ഞാൻ
എത്ര വൈകുന്നേരം എന്തോ ഹങ്കർ തീരാറ് കേസ്. ഒയ്യോ ബെഡില്ല. ഞാൻ എന്തോ കാര്യം മറന്നു വിചാരിച്ചിരുന്നാണ് കേസ്. ഇപ്പോഴാണ് ഓർത്തെടുത്ത. ഇവിടെ എവിടെയെങ്കിലും ഷീപ്പിൽ നിന്ന് കാണാൻ പറ്റിയ കൊള്ളായിരുന്നു. ഫുഡും ഇല്ല കയ്യിലാണെങ്കിൽ. ഇവിടെ ആണെങ്കിൽ കോളുണ്ടാവും. കോൾ അവിടെ ഒരു സ്ഥലത്ത് കണ്ടു. പക്ഷെ അത് എന്താണത്? അയ്യോ സ്റ്റക്കായി. ഓ ഞാൻ ചാടിയിട്ട് ഇതിൻ്റെ ചാക്കുന്നു. എന്തോ പറ്റി. ഞാൻ കോൾ അങ്ങോട്ട് എടുക്കട്ടെ. ഞാൻ ഈ വുഡൻ പിക്കാക്സ് പൊട്ടൻ വരി സ്റ്റോൺ പിക്കാക്സ് ഉപയോഗിക്കാതെ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും നേരം എടുക്കുന്നത്. നിങ്ങളെ ഞാൻ ഇത് കാണിച്ച് ബോറടിപ്പിക്കണില്ല. ഒന്ന് കുറച്ച് നേരം കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. രാവിലെ ആയിട്ട് നിങ്ങളെ കാണാം. ബായ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എൻ്റെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇത്രയും വരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം. അതെന്നെ നല്ലോണം സഹായിക്കുന്നതാണ്. സോ ഞാൻ രാവിലെ ആയിട്ട് നിങ്ങളെ വിളിക്കാം. കോളിൻ്റെ ഇതെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു. പക്ഷേ ഞാൻ രാവിലെ ആയിട്ടില്ല ഇത്രയും നേരിട്ട് ഞാൻ കുറച്ച് നേരം 5-6 മിനിറ്റ് ആയിട്ടുള്ളത്. ഞാൻ ആ സ്കെലട്ടൻ്റെ ഒച്ചെന്ത് കേൾക്കുന്നുണ്ട്. അതിൻ്റെ നേരെ ഞാൻ മൈൻഡ് ചെയ്തോനെ. അതിൻ്റെ കൂടെ അയ്യനങ്ങാട് തപ്പെടുക്കാനൊക്കെ പയണ ആർമറായില്ല. ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കരുത്. എനിക്ക് കുറേ കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. നിങ്ങൾക്കും വലിയ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ കൊളാബറേഷന് വേണ്ടി ചോദിച്ചു. ഞാൻ എന്തായാലും റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഏത് സൈഡിൽ നിന്നാണ് ഇവിടെ നിന്ന് അങ്ങനെ കേൾക്കണം. ചമ്മീസ് അവിടെ നിന്നല്ല വന്നത്. മൈനിങ് റേഞ്ച് കുറേ ഉണ്ട് ഇതിൽ. ലാപ്പീസൊക്കെ കിട്ടി. അതിന് മുമ്പ് ആവശ്യം വരും ചാനലിൻ്റെ അവളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. എന്താ സ്റ്റോറേജ് എന്തോ ഞാൻ നോക്കണം വെച്ചാൽ ചത്താൽ എന്നെ മണ്ടനെന്ന് വിളിക്കരുത്.
ഞാനൊരു ബ്രില്യൻ്റ് മൂവ് ഇറക്കാൻ പോണേ. രാത്രി അങ്ങോട്ട് ഓടും, എന്നിട്ട് ആ വില്ലേജിലോട്ട് പോകും. ഒരു ബെഡ് അങ്ങോട്ട് മോഷ്ടിച്ചിട്ടുണ്ട്. 1 million ഐക്യം മൂവാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഗൈസ്. വിഷ് മീ ലക്ക്. നിക്ക് ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യട്ടെ എങ്ങനെ പോകണമെന്ന്. ഇങ്ങനെ പോയി വെയിറ്റ്, എനിക്ക് പേഷ്യൻസ് ഇല്ല. നീന്തി പോണ സമയത്ത് ഡ്രൗണൊക്കെ ഉണ്ടാക്കി കയറുന്നു. ലാവേന്ന് എനിക്കില്ല. ഓ കണ്ട് ബേബിയും ഉണ്ട്. അയ്യോ ചത്തില്ല, ചാവൂല. എൻഡർമാൻ റീപ്പർ ഒന്നും എന്നെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ബാറ്റ് പാടെ പറഞ്ഞുണ്ട്, പുതിയ ടൈപ്പ് ബാറ്റാ. വേണ്ടിയാണ്. ഫുഡ് അങ്ങോട്ട് കയറുന്ന ഒരുപാട് മതി. തീർന്നാൽ പോയി. നല്ല നിങ്ങൾക്ക് ഈ സൈഡ് ഞാൻ ഈ വീഡിയോൻ്റെ ഏറ്റവും അവസാനം ഞാൻ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്തോ. ജാവയിൽ വർക്കാവുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. സ്കെൽട്ടൻ കണ്ട് ശരി ആണപ്പോൾ ഇത്രയും വെറുതെ രാവിലെ ആവട്ടെ എഡിറ്റില്ല എന്ന് വിചാരിച്ചപ്പോൾ രാവിലെ ശരി സ്റ്റെയർസ് ഉണ്ടാക്കാം. ഷീപ്പിനെ കണ്ടു ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് മർഡറിങ് സീനാണ്. കൂടി ഇതും കൂട്ടി എടുത്തുകൊണ്ട് ഞാൻ പോണേ. ഇവർക്ക് കിട്ടാത്ത സ്ഥലത്തുണ്ട് ഫുഡ് വെച്ച് ഇവർ അങ്ങനത്തെ തന്നെ. ഞാൻ അയൻ തപ്പണ ടൈം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് മൈൻക്രാഫ്റ്റ് ഫാക്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാമോ വില്ലേജർ എപ്പോഴും നോർത്ത് സൈഡിലോട്ട് വെച്ചേക്കണ ബെഡിലോട്ട് മാത്രമേ കിടക്കാൻ പോകൂ. നിങ്ങൾ ഓരോ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഇന്ന ദിശയിൽ ബെഡ് വെച്ചാൽ വില്ലേജർ എപ്പോഴും നോർത്ത് സൈഡിൽ വെച്ചേക്കണ ബെഡ് മാത്രമേ ചൂസ് ചെയ്യൂ. ഇത്രയും ഒരു ഫാക്റ്റ് മാത്രമേ പറയാൻ ടൈം കിട്ടിയുള്ളൂ. അതിനു മുമ്പേ അയൺ കിട്ടി. ഒരെണ്ണമായിരിക്കുള്ളൂ. ആ ഒരെണ്ണത്തിനുണ്ട് ഒരു വില. അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്. അതന്നെ. കഴിക്കാൻ ഒരു ഭക്ഷണമില്ല. നിങ്ങൾക്ക് എൻ്റെ ചാനലിന് വേണ്ടി എന്തെങ്കിലും ഗെയിം ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. കമൻറ്റ് ചെയ്താൽ ഇട്ടാൽ മതി. No. പോയി. ഷടാ കിട്ടിയാലും പോയി. അത് കോപ്പറാണ് അവിടെ കാണുന്നത്. എന്തൊരു മൂസാണ് എന്നെ കൊല്ലം. എൻ്റെ ഫാൻസാണ്, ഫേമസ് ആണ്. തപ്പിക്കണ്ടെന്ന സാധനവും പോയി.
നല്ല ഫ്ലാറ്റ് ഏരിയ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകണില്ല. അതാണ് അല്ല, അങ്ങോട്ട് പോയാൽ പറ്റും. അങ്ങോട്ടാണ് ബേസ് അങ്ങനെ ശ്രദ്ധിക്കുക. അതൊന്ന് പോയി നോക്കണേ കേട്ടോ ബേസ്. ചാകരുത്. ആദ്യത്തെ എപ്പിസോഡിൽ ചാകരുത്. ഓക്കെ, ആടെയാണ് ബേസ്. അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഓർഗനൈസ് ചെയ്തേക്കണം. എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എനിക്കൊരു എന്തോ അങ്ങനെ എനിക്ക് തോന്നുന്നു. ഫുള്ള് മെസ്സായിട്ടിരിക്കണേ. മരയും പെയ്ത് ആൾക്കാരായതുകൊണ്ട് എല്ലാം സേഫായിട്ട് കളിക്കണം. ഞാൻ ബാക്കി പോലെ എല്ലാം ചീറ്റിംഗ് ഒന്നും ചെയ്യാനുള്ള, ഞാൻ ഫെയർ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. നോ ചീറ്റിംഗ്. ചീറ്റിംഗ് ഈസ് ഫോർ ന്യൂബ്സ്. ഇത്രയും ഒരു സാപ്പ് ഡിസ്പോണായി പോയതായിരിക്കും. സാപ്പിൽ നിന്നല്ല. ബേസിൻ്റെ ലേ ഔട്ട് ഞാൻ ഡേർട്ട് ചെയ്യാൻ ചോദിച്ചേക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വരുമ്പോൾ നമുക്കത് പണി ചെയ്യാവുന്നതാണ്. എന്തോ ഭാഗ്യമുണ്ട്, എന്തോ പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടു. ഫുഡ് ആവശ്യം ബേസ്. അയ്യോ ചത്തു. ചത്തുന്ന ചേസ്. Never underestimate the power of a baby. മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്കറിയാം ബേബി സോംബീസ് എന്തോരം ഡേഞ്ചറസ് ആണെന്ന്. എന്തോ ഭാഗ്യം കൊണ്ട് ചത്തില്ല ഗൈസ്. ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് അവിടെ നാച്ചുറലായിട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ബേസ് അങ്ങോട്ട് ഞാൻ പണി ചെയ്യും. ആദ്യം കിട്ടി. സുഖം ചാകാതില്ല. ചാകുന്ന വെച്ച് അയ്യോ ഞാനൊരു എന്തോ സാധനം കണ്ടുവച്ചിട്ടുണ്ട്. വേണ്ട കേസ് മോടാം. കുറച്ച് വേസ്റ്റ് ആകാൻ വെള്ളം എടുത്തിട്ട് മോടാം.
ബ്രൗണിക്ക് നട്ടത്തിന് ഓടിക്കും കടന്ന് ചത്ത് എന്തപ്പോഴാണ് എന്തായാലും ഇല്ല എന്തായാലും ഒരു ഷീൽഡ് ഉണ്ടാക്കുന്നു ഈ മജയാണ് ഭയങ്കര മജ. സോ ഈ വീഡിയോ ഞാൻ ഇത്രയും വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നല്ല വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ. ചത്തു ഗൈസ്, ചത്തു. ഞാൻ ഓഫ് ക്യാമറയിൽ മൈൻഡ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു കുറച്ച് ദിവസം, അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ചത്ത്. ഞാനവിടെ ക്രൗച്ച് ചെയ്ത് നിൽക്കണമായിരുന്നു കുഞ്ഞിത്തോളെ നമ്മുടെ വെടി വെച്ചിട്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.